കരമേറ്റി പിടിക്കാം. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തും. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തും. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. ശക്തമായിട്ട് ഈ വചനം ഒരിക്കൽ കൂടി ഏറ്റു പറയാം. ഇത് ശക്തമായൊരു ഡെലിവറൻസിൻ്റെ വചനമാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈ വചനം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. അങ്ങയുടെ സഹായത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ തകർക്കുന്നു. അങ്ങയുടെ സഹായത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ, എതിരാളികളെ ഞങ്ങൾ തകർക്കുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടിമതിക്കുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ, ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ അങ്ങയുടെ നാമം വിളിച്ച്, യേശു നാമം വിളിച്ച് ഞങ്ങൾ ചവിട്ടിമതിക്കുന്നു. യേശു നാമത്തിൻ്റെ അത്ഭുത ശക്തിയിൽ പൈശാചിക ബന്ധനങ്ങൾ ഈ സ്ഥലത്തെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക പീഡകൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക ശക്തികളെ, ദുരാത്മാക്കളെ, ദുഷ്ടാരൂപികളെ, അശുദ്ധാത്മാക്കളെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടൊഴിയുക. രോഗത്തിൻ്റെ പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുമാറട്ടെ. തിന്മയുടെ ശക്തികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അസൂയയുടെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ അരൂപികൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. നിരാശയുടെ, ദുഃഖത്തിൻ്റെ, ഭയത്തിൻ്റെ ദുരാത്മാക്കൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എതിർ ചിന്തകൾ, പരാജയത്തിൻ്റെ ചിന്തകൾ, തോൽവിയുടെ ചിന്തകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിരന്തരമുള്ള രോഗപീഠകൾ, സാമ്പത്തിക തകർച്ചകൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വിട്ടൊഴിയട്ടെ, വിട്ടൊഴിയട്ടെ. ദുഷ്ടപിശാചുക്കൾ എൻ്റെ കുടുംബത്തെ വിട്ടുമാറട്ടെ. തീരാവ്യാധികൾ, തീരാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, പരാജയങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ശക്തമായി അധരങ്ങൾ തുറന്ന് യേശുവിൻ്റെ നാമത്തെ വിളിച്ചേ. സ്തുതിക്കട്ടെ. എല്ലാവരും അധരം തുറന്ന് യേശുവിൻ്റെ നാമത്തെ വിളിച്ചേ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശുവിൻ്റെ നാമം. മർക്കോസ് 3:27. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗം വിതയ്ക്കുന്ന, തിന്മ വിതയ്ക്കുന്ന, തകർച്ച വിതയ്ക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹം തടയുന്ന, ഉയർച്ച തടയുന്ന, അഭിവൃദ്ധി തടയുന്ന തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്നു. തലമുറകളുടെ ജന്മത്തെ തടയുന്ന, അബോർഷൻ സൃഷ്ടിക്കുന്ന തിന്മയുടെ ശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ ദുരാത്മാക്കൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. കരമുയർത്തി സ്തുതിച്ചേ. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തുകളയും.
സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തുകളയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല പൈശാചിക അരൂപികളെ ബന്ധിക്കുന്നു. ഞങ്ങളുടെ മനസ്സിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ, ആത്മാവിന്റെ മേൽ, ചിന്താമണ്ഡലത്തിന്റെ മേൽ, സമ്പത്തിന്റെ മേൽ, ജോലിയുടെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എതിരായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ ഞങ്ങൾ തകർത്തു പ്രാർത്ഥിക്കുന്നു. കരമടിച്ച് സ്തുതിച്ചേ, കരമൊന്ന് ഉയർത്തിയടിച്ചേ. സകല തിന്മയുടെ ശക്തികളെയും ബന്ധിക്കുന്നു, സകല തിന്മയുടെ ദുരാത്മാക്കളെയും ബന്ധിക്കുന്നു. അശുദ്ധാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, അശുദ്ധാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, പാപത്തിന്റെ ബന്ധനം അഴിയട്ടെ, നിരാശചിന്ത വിട്ടുമാറട്ടെ, ആത്മഹത്യ വിട്ടുമാറട്ടെ, എതിർചിന്ത വിട്ടുമാറട്ടെ, ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപയൊഴുകട്ടെ. കരം ഉയർത്തിയടിച്ചേ. മത്തായി 18:18 ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. വിശുദ്ധരായ വൈദികരോട് ചേർന്ന്, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തികളെ ബന്ധിക്കുന്നു. ദൈവജനം സ്വതന്ത്രമാവട്ടെ, ദൈവജനം സ്വതന്ത്രമാവട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രമാവട്ടെ, തീരാവ്യാധികൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, സാമ്പത്തിക തകർച്ച വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. കരമുയർത്തി അടിക്കാം. ഹല്ലേലൂയ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനയിലും കർത്താവ് ശക്തമായ വിടുതൽ നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ വന്ന ഓരോ വ്യക്തികൾക്കും വിടുതലായി കഴിഞ്ഞു. ഹല്ലേലൂയ. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ഒരു ചേട്ടൻ, പൗലൂസ് പറയും, ചാലക്കുടിക്കാരനാണ്. പൗലൂസ് ചേട്ടനും ഭാര്യയൊക്കെ നമ്മുടെ ധ്യാനം കൂടിയിട്ടുണ്ട്. ആ ചേച്ചിയുടെ 2 ചെവിയുടെ കഴിവിട്ട് ഹിയറിംഗ് എടുവെച്ചുണ്ടെന്ന നമ്മുടെ ധ്യാനത്തിൽ അമ്മച്ചിയുടെ 2 ചെവികളും കർത്താവ് തുറന്നു. അതിപ്പോൾ ഒരു 5-6 വർഷം മുമ്പാണ്. നല്ലൊരു കുടുംബമാണ്, സമ്പന്ന കുടുംബമാണ്, ബിസിനസ്സുകാരാണ്. അപ്പോൾ ഈ അപ്പച്ചൻ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. മിനിയാന്ത് രാവിലെ ഒരു 8 മണിയായപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, പൗലോസ് ചേട്ടാ എന്നോട് വിശേഷമൊക്കെ. എന്നോട് പറഞ്ഞു, ബ്രദറെ, പ്രത്യേകമായിട്ട് എൻ്റെ വൈഫിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹാർട്ടിന് ബ്ലോക്കാണ്, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം, 11 മണിക്ക് ഓപ്പറേഷനാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിയുടെ പേര് റോസി എന്നാണ്. ചേച്ചിന്ന് അമ്മച്ചിയാണ് കേട്ടോ, 75 വയസ്സുണ്ട്. ഞാൻ ആ റോസി എന്ന് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. അമ്മച്ചി കർത്താവ് തൊട്ടിട്ടുണ്ട്, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. 11:45 വീണ്ടും എൻ്റെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, എന്താ പൗലോസേട്ടാ? എന്നോട് ഞാൻ, ബ്രദറെ, ഒരത്ഭുതം നടന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ കയറ്റിക്കിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല. രാവിലെ 8 മണിക്ക് പ്രാർത്ഥിക്കുന്നു, 11 മണിക്ക് ഓപ്പറേഷൻ കയറ്റുന്നു. 11:45 പൗലോസിനെ വിളിച്ചിട്ട് പറയുന്നു, ഡോക്ടർ പറയുന്നു ഓപ്പറേഷൻ വേണ്ട, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദൈവം സർവശക്തനാണ്. അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. അവനിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും, ആത്മീയമായും ഭൗതികമായും വേണ്ട സകല അനുഗ്രഹങ്ങളും അവിടുന്ന് നമുക്ക് നൽകും. ഇത് ഉറപ്പാണ്. ശാരീരിക സൗഖ്യം മാത്രമല്ല, മനസ്സിന് സൗഖ്യം, ആത്മീയ സൗഖ്യം, സാമ്പത്തിക മേഖല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഇടപെടലുകൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ അതിശക്തമായ ഇടപെടലുണ്ടാകും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവം നമുക്ക് നൽകുന്ന വെളിപാടുകൾ, അല്ല ദൈവം നൽകുന്ന പ്രവചനങ്ങൾ നമ്മൾ ഏറ്റെടുത്താൽ മതി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. വചനത്തിലൂടെയാകാം, അല്ലാതെയാകാം. ആത്മാവ് സംസാരിക്കുന്നത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ച് ഏറ്റെടുത്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. എൻ്റെ ദൈവം എനിക്കായിട്ട് ഒരത്ഭുതം ചെയ്യും എന്ന് ഹൃദയത്തിൽ അങ്ങോട്ട് വിശ്വസിക്കണം. ആർക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ വിശ്വാസത്തെ മാറ്റിക്കളയാനായിട്ട് പറ്റരുത്. അത്രമാത്രം ഹൃദയത്തിൽ നമ്മളിന്ന് വിശ്വസിച്ചാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ വിശ്വാസം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മൾ വിശ്വസിക്കുന്നതാണ് നമുക്ക് ശക്തിയായിട്ട് മാറുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മളങ്ങോട്ട് വിശ്വസിക്കുക, ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് പോകുക. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വിശ്വാസം ഒന്ന് ഉണരുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. വിശ്വാസത്താൽ ഈ ജനത്തെ നിറയ്ക്കണമേ. ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസം കൊണ്ട് ഈ സമൂഹത്തെ നിറയ്ക്കണമേ. വിശ്വാസത്തിൻ്റെ വലിയൊരു ശക്തിയിലേക്ക് നിറയട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിൻ്റെ അഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിൻ്റെ നിറവ് നൽകണമേ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിൻ്റെ അഭിഷേകം നൽകണമേ. സ്തുതിച്ചേ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തൊക്കെ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാർ 13-ാം അധ്യായം നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഇസ്രായേലിൻ്റെ രാജാവായ ജെറോബോവാം, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവമനുഷ്യൻ്റെ പ്രവചനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ജെറോബോവാം ധൂപാർപ്പണ സമയത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂദയായിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. ഒരു ദൈവപുരുഷൻ യൂദയായിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. ഒരു ദൈവപുരുഷൻ യൂദയായിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. ഒരു ദൈവപുരുഷൻ, അതായത് ഒരു പ്രവാചകൻ യൂദയായിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു. അവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളിച്ചെയ്യുന്നു, ദാവീദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്ന പുത്രൻ ജനിക്കും. ദാവീദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് തന്നെ ബലി അർപ്പിക്കും. മനുഷ്യ അസ്ഥികൾ നിന്റെ മേൽ ഹോമിക്കും. അന്നു തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ്. ഇവിടെ പ്രവാചകൻ ഒരു അടയാളം പ്രവർത്തിക്കുന്നുണ്ട്. ആ അടയാളം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ ഒരു അടയാളം പ്രവർത്തിച്ചു. ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദൈവപുരുഷൻ ബേഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം
പീഠത്തിനരികെ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. ജെറൊബോവാം രാജാവാണ്. പിടിക്കാനായിട്ട് ഈ ദൈവപുരുഷനെ പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി. പിടിക്കാൻ വന്നയാളിൻ്റെ കരങ്ങൾ മരവിച്ച് മടക്കാൻ വയ്യാതെ വണ്ണം ആയി. കർത്താവിൻ്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. ദൈവപുരുഷൻ, ആ ദൈവ മനുഷ്യൻ, പ്രവാചകൻ പറഞ്ഞ വചനം അതേപടി തന്നെ സംഭവിച്ചു. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക, അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കരം പഴയ പടിയായി. മരവിച്ചു പോയ, മടക്കാനാവാത്ത രാജാവിൻ്റെ കരം പഴയപടി ആയി. അടുത്ത വചനം ശ്രദ്ധിക്കുക. രാജാവ് ഈ പ്രവാചകനോട് പറയുകയാണ്. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക. നീ എന്നോടുകൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക. രാജാവ് ഈ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്തിനാ വിളിച്ചത്? സൽക്കരിക്കാൻ. എൻ്റെ സൽക്കാരം നീ സ്വീകരിക്കുക. ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം. എൻ്റെ സൽക്കാരം നീ സ്വീകരിക്കണം. രാജാവ് പറയുക, ഞാൻ നിനക്ക് ഒരു സമ്മാനവും തരാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ പ്രവാചകൻ പറയുകയാണ്, അവൻ പ്രതിവചിച്ചു, നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി നിന്നാലും ഞാൻ വരികയില്ല. നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല. ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണപാനീയങ്ങൾ ഇവിടെ വെച്ച് കഴിക്കരുത്. വന്ന വഴിയെ മടങ്ങിപ്പോകരുത്. മറ്റൊരു വഴിയെ പോകണമെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ട് ഉണ്ട്. അവൻ ബലിപീഠത്തിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ രാജാവ് പറയാണ്, കൊട്ടാരത്തിൽ അങ്ങ് ഞാൻ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു സമ്മാനവും തരാൻ ആഗ്രഹിക്കാം. കൊട്ടാരത്തിൽ വെച്ച് ഒരു സൽക്കാരം വിരുന്ന് തരാൻ പോകുന്നു. കാരണം ഈ പ്രവാചകൻ പറഞ്ഞത് അതേപടി തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. ഒരു വിരുന്ന് തരാൻ പോവാണ്, ഒരു സമ്മാനം തരാൻ പോവാണ്. ഉടനെ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കൊട്ടാരത്തിൻ്റെ പകുതി വന്നാലും നിന്റെ വിരുന്നും വേണ്ട, നിന്റെ സമ്മാനവും വേണ്ട. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്തത് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുത്, പോയ വഴി മടങ്ങരുത് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവാചകൻ കർത്താവ് കൊടുത്ത ഒരു വെളിപ്പെടുത്തല്, കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം അവിടെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, പോയ വഴി പോകരുത്, ഭക്ഷണം കഴിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നൽകുന്ന വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ, സന്ദേശങ്ങൾ എല്ലാം എല്ലാവരോടും പറയരുത്. ഒറ്റവാക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. രഹസ്യമായിട്ട് വയ്ക്കേണ്ടത് രഹസ്യമായിട്ട് വയ്ക്കണം. വേണോ? ഇനി ഈ പ്രവാചകൻ പറഞ്ഞതിൻ്റെ ദുരന്ത ഫലം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ. ആ പ്രവാചകൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തം, അതിൻ്റെ ബാക്കി നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവാചകനോട് കർത്താവ് പറഞ്ഞിരുന്നു, വന്ന വഴിയെ പോകരുത്, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇങ്ങനെ കർത്താവ്
പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അവിടെ രാജാവിൻ്റെ മുൻപിൽ, അവിടെ ഉണ്ടായിരുന്നതിന് മുമ്പിൽ ഈ പ്രവാചകൻ പറഞ്ഞു. ഈ പ്രവാചകന് അത് പറയണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ്, അല്ല ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ്, കർത്താവ് പറഞ്ഞൊരു കാര്യം അവിടെ പറയുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദൈവം തരുന്ന വെളിപ്പാടുകൾ, സന്ദേശങ്ങൾ, അത് എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല. ചിലത് നമ്മോട് മാത്രം കർത്താവ് സംസാരിച്ച ഇത് വേറെ ആരോടും പറയരുത്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.